ഹായ് എവരി വൺ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഷഹന എന്നൊരു കുട്ടി 2 ദിവസം മുമ്പ് സൂസൈഡ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾ ബോഡി ഷേമിങ്ങും പിന്നെ കളറിൻ്റെ പേരിലും പിന്നെ പഠിക്കാത്തതിൻ്റെ പേരിലും അവളെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ളതാണ്. ഈ സൂസൈഡ് ചെയ്യാൻ പെൺകുട്ടികളെ പെട്ടെന്ന് തന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കാം അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടാവുക വീട്ടുകാർ. പക്ഷേ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ഈ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് അവരൊരു ആശ്വാസത്തിലിരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് ശരിയല്ല ചിലപ്പോൾ അവൾക്ക് തോന്നിയിട്ടുണ്ടാവുക. പിന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് കൂടുതൽ ടെൻഷനായിട്ടുണ്ടാകും. കാരണം ഒന്നാമത്തെ നമ്മളെ മൈൻഡിലേക്ക് കയറി വരുന്നത് നമ്മളെ ഫാമിലി എന്ത് പറയും, നമ്മളെ നാട്ടുകാരെന്ത് പറയും, നമ്മളെ കുടുംബക്കാരെന്ത് പറയും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചിന്തയിലായിരിക്കാം ചിലപ്പോൾ അവളെ ജീവൻ ഒടുക്കിയിട്ടുണ്ടാവുക. പക്ഷേ ആ ജീവൻ എടുക്കുമ്പോൾ അവൾ എന്താ പറയുക, നഷ്ടപ്പെടുത്തിയത് അവരുടെ ഇടയിൽ ചിലപ്പോൾ അവൾ 20 ദിവസമോ അല്ലെങ്കിൽ 1 മാസമായിരിക്കാം അവരെ കൂടെ ജീവിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ 19 കൊല്ലം അവളെ പോറ്റി വളർത്തിയ അവളെ കുടുംബത്തിൻ്റെ വിഷമം കൂടി അവൾ മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ എന്നാലും അവൾ ജീവനൊടുക്കി. പക്ഷേ ഇനി ലോകത്ത് ഒരു പെണ്ണിനും ഷഹനൻ്റെ പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കണമെന്നാണ്. കാരണം അതിനുള്ള പനിഷ്മെൻറ്റ് അവന് കൊടുത്തേ മതിയാവും. ഒരു ബോഡി ഷേമിങ്ങിൻ്റെ പേരിൽ ഒരു പെണ്ണ് ജീവൻ കൊടുക്കാൻ ഇനി പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്കറിയാവുന്ന പല ആൾക്കാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ബോഡി ഷേമിങ് എന്നുള്ളത്. ഒരുപാട് ആൾക്കാർ, ഞാനടക്കം അനുഭവിച്ചിട്ടുള്ളതാണ്. കറുത്തിട്ടാണെന്നുള്ളത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്, ഈ ജനറേഷനിൽ എനിക്ക് ചോദിക്കാനുള്ളത്, എല്ലാവരും പെണ്ണ് കണ്ടിട്ടാണ് കല്യാണം കഴിക്കുക അല്ലേ? ഇപ്പോൾ ഒരു ആചാരം തന്നെ ഉണ്ട്. ഒരു പ്രാവശ്യം പെണ്ണ് കാണാൻ വരും, നെക്സ്റ്റ് ഡേ കുറേ ചോക്ലേറ്റും കാര്യങ്ങളായിട്ട് വീഡിയോസും കാര്യങ്ങളും എടുത്തുകൊണ്ട് വരും, കുറേ ദിവസം മീറ്റ് ചെയ്യും, ഫോണിൽ സംസാരിക്കും. ഇതൊക്കെ ഉള്ളതാണ്, ഈ ഒരു ജനറേഷനിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവൻ എന്താ, പെണ്ണ് ആദ്യം അവൻ കണ്ടിട്ടില്ലേ, പിന്നീട് കല്യാണം കഴിഞ്ഞ പാടന്നെ നീ കറുത്തതാണെന്ന് പറയണമെങ്കിൽ അവൻ പെണ്ണ് കണ്ടിട്ടല്ല ഇപ്പോൾ കല്യാണം കഴിച്ചത്. ഇപ്പോൾ സ്വർണ്ണമോ അല്ലെങ്കിൽ ആസ്തി കണ്ടിട്ടാണോ കല്യാണം കഴിച്ചത്? അപ്പോൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷന് ഒരു പെണ്ണിനും വരാതിരിക്കട്ടെ. കാരണം ഒരാളെ മുമ്പിൽ, ഒരു 4 ആളെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യാന്നുള്ളത് അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവിടെ തന്നെ ഭൂമി പുളർന്ന് അടിയിലേക്ക് പോയിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ പോലും വരും അങ്ങനെ ഒരു ബോഡി ഷേമിങ് നമുക്ക് ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഈ ഒരു ജനറേഷന് ഞാൻ പറയുന്നത്, സൂസൈഡ് ഒന്നിനും പരിഹാരമല്ല. പക്ഷെ അവർ നമ്മളോട് പോകാൻ പറയുമ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് പോകാൻ പറയുന്നതാണ് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതുപോലത്തെ നായ്ക്കളെ കൂടെ ജീവിച്ചൊരു കാര്യമില്ല. എന്തിനു വേണ്ടിയിട്ടാണ് അവന് വേണ്ടിയിട്ട് ജീവൻ തുലച്ചതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം അപ്പോൾ നമ്മളെ ഒരു മൈൻഡിലേക്ക് വരുന്നത് അതാണ്. കാരണം എന്താ പറയുക, എൻ്റെ ഭർത്താവാണ്, എനിക്ക് ഇവനില്ലാതെ ആ ഒരു ചിന്തയാണ് ഏതൊരു പെണ്ണിനും. ആ ഒരു സമയത്ത് കല്യാണം കഴിയാന്നുള്ള ഒരു പുതുമേൻ്റെ ഒരു സമയമാണ്. ആ സമയത്ത് അവളെ ജീവിതത്തിൽ, അവളെ മനസ്സിൽ ഒരു കട്ടിയില്ലാത്ത മനസ്സിക്ക് അവിടെ കയറി വരുന്നൊരു വേർഡ് എന്നുള്ളത് അതെൻ്റെ ഭർത്താവാണ്, എൻ്റെ ലോകം അവനാണ് എന്നുള്ള ഒരു ചിന്ത കൂടുതൽ ആൾക്കാർക്ക് വരാറുണ്ട്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനി മറ്റൊരു അഡ്വൈസ് എന്ന് പറയുമ്പോൾ, ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് എനിക്കൊരു പറയാനുള്ള ഒരു അഡ്വൈസാണ്. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ അവരെ ഒന്ന് അന്വേഷിച്ച് വേണം കേട്ടോ. കാരണം നമ്മളുടെ കുറേ അമ്മാവന്മാരും നമ്മുടെ ഫാമിലിയിൽ കുറേ പേരുണ്ടാവും, എൻ്റെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം, ഇനി കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ കാണാൻ പാടുള്ളൂ. ഇപ്പോഴും ഉൾപ്രദേശത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് മുമ്പ് ചെക്കനോട് സംസാരിക്കാൻ പാടില്ല, കല്യാണം നിക്കാഹ് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ ചെക്കനോട് സംസാരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷാർപ്പായിട്ട് നിർത്തുന്ന കുറേ ആൾക്കാരുണ്ട്. അത് ദീനിൻ്റെ ഭാഗത്ത് തെറ്റാണ്. കല്യാണം കഴിക്കുന്ന മുമ്പ് ചെക്കന്മാരോട് സംസാരിക്കുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഒരു ദിവസമെങ്കിലും കല്യാണം കഴിക്കുന്ന മുമ്പ് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് അറിയുന്നൊരു കുട്ടി കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ വന്നപ്പോൾ ആളുടെ നെക്സ്റ്റ് ഡേ ആളുടെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞത്, ചെക്കൻ്റെ പേര് പോലും ആൾക്കറിയില്ല, ചെക്കൻ എന്നെ ഇഷ്ടമായിട്ടുണ്ട്, പക്ഷെ ചെക്കൻ എന്നോട് പേര് പോലും ചോദിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ഫോൺ വിളിച്ച് ചോദിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടുകാർ സമ്മതിക്കണില്ല, അമ്മാവന്മാർ ഫോൺ വിളിച്ച് സംസാരിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന്. ഈ അമ്മാവന്മാരും ഫാമിലിയും വിചാരിക്കണം, ജീവിതകാലം ജീവിക്കേണ്ട അവരാണ് ഒരുമിച്ച് ജീവിതകാലം ജീവിക്കേണ്ടത്. അപ്പോൾ അവർ രണ്ടുപേരും മനസ്സിലാക്കിയിരിക്കണം അവരെന്താണ്, അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അവരെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത്
കുറച്ചെങ്കിലും അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ഒന്ന് കുറച്ചുകൂടി അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ ഇനി അത് മസ്റ്റാണ്. കാരണം കുറേ പെൺകുട്ടികളാണ് ഇതിൻ്റെ മൂലം ജീവിതം തുലച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ മനസ്സിന് കട്ടിയില്ലാത്ത പെൺകുട്ടികൾ ഷഹനൻ്റെ പോലെ ജീവനൊടുക്കും. ഇതിന് എനിക്ക് പറയാനുള്ള വെച്ചാൽ ഈ ഷഹനൻ്റെ ജീവൻ പോയിട്ടുള്ള കാരണക്കാരെ ഓരോ ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി ഒരു പെണ്ണിനും ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. പിന്നെ നമുക്ക് അടുത്തറിയാം, ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്ക് തൂക്കുകയറുണ്ടായി. കാരണം അവൾ ചെയ്ത തെറ്റിന്, അത് ശരിക്കും സ്നേഹിച്ച് വഞ്ചിച്ചുള്ള ഒരു തെറ്റിന് അത് ശരിക്കും അത് തന്നെയാണ് കിട്ടേണ്ടതെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം തെറ്റ് ചെയ്തവരാരും പോയ ജീവനും നമുക്ക് എന്തായാലും തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ആ മരണം സംഭവിച്ചതിനുള്ളതിന് ന്യായം ഉണ്ടാവണം. അവർ ആ ഒരു ജീവനൊടുക്കുമ്പോൾ അവരോടുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്ന വിഷമത്തിന് അവർക്ക് ശിക്ഷ കൊടുത്തിട്ടെങ്കിലും നമുക്ക് എന്താ പറയുക, അതിനുള്ള ഒരു അവർക്ക് മരണത്തിൻ്റെ ശേഷമെങ്കിലും ഇത്തിരി സമാധാനം ഉണ്ടാവട്ടെ അല്ലേ. കാരണം അവർ എന്തിനു വേണ്ടിയിട്ടാണ് സൂസൈഡ് ചെയ്തതെന്നുള്ളത് നമുക്കറിയില്ല. എന്നാലും ഇനിയൊരു പെൺകുട്ടികളും അതിന് മുതിരാതിരിക്കട്ടെ. അവർക്ക് എന്താ പറയുക, നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നാകുമ്പോഴത്തേക്ക് ഇറങ്ങി പോന്നേക്കണം. ഒരിക്കലും ജീവിതം അല്ലെങ്കിൽ ജീവൻ അവസാനിപ്പിച്ചിട്ട് ഒന്നിനും ഒരു സൊല്യൂഷനും ഇല്ല. അതുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് മാരീഡ് ലൈഫിൽ എന്തെങ്കിലും സഹിക്കാൻ പറ്റാത്ത പ്രശ്നമോ അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ജീവിച്ച് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇറങ്ങി വരാവുന്ന ഓപ്ഷനും ജീവിക്കാനുള്ള വഴികളും ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അപ്പം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കളയാതിരിക്കുക. ആർക്കോ വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് വലുതാക്കിയ നിങ്ങളെ പേരൻസിനെ വിചാരിച്ചിട്ടെങ്കിലും നിങ്ങൾ ജീവനെ ജീവൻ കളയാതിരിക്കുക. ജീവിക്കാനുള്ള വഴികൾ എത്രയോ ഉണ്ട്. പെണ്ണെന്ന് വിചാരിച്ചിട്ട് ജീവിതം കല്യാണത്തിലൂടെ ഒതുങ്ങുന്നില്ല. കാരണം ജീവിക്കാൻ എത്രയോ വഴികളുണ്ട്. ഇപ്പോൾ ഞാനും അതേപോലെ ജീവിച്ച് വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരിക്കലും ഒരാണിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പെണ്ണിന് വേണ്ടിയിട്ടോ ജീവൻ കളയേണ്ടതില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.